മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് കലണ്ടർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് എന്ത് ചെയ്ത് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് സ്ക്രീൻ സൂം ചെയ്തല്ല ഫുൾ സ്ക്രീനിൽ ഇടാൻ പറ്റൂട്ടാ. നിങ്ങൾ ചെറിയൊരു 70% ഉണ്ടാവുള്ളൂ പ്രസന്റ് ഇവിടെ പ്രസന്റ് ചെയ്യുമ്പോൾ. പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രസന്റേഷന്റെ വലിപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിൽ കൂട്ടാൻ പറ്റും. ഓക്കെ, അപ്പൊ കലണ്ടർ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ പ്രധാനമായിട്ടും 4 രീതിയിലുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ, പ്രധാനമായിട്ടും ഈ 4 മോഡൽ എന്ന് പറയുന്നത്, ഒന്ന്, നമുക്കൊരു വർഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാധാരണ വർഷമാണോ അതിവർഷമാണോ എന്ന് പരിശോധിക്കാം. അങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് 5 തവണ വരാൻ സാധ്യതയുള്ള, അതായത് ഒരു മാസത്തില് ചില ദിവസങ്ങൾ, ചില ആഴ്ചകൾ, തിങ്കൾ ചൊവ്വ ബുധൻ, ചില ദിവസങ്ങൾ എന്ത് ചെയ്യും, 5 തവണ വരും. ആ 5 തവണ വരാൻ സാധ്യതയുള്ളത് ഏത് എന്നുള്ള രീതിയിൽ രണ്ടാമത്തെ മോഡല്. പിന്നെ വളരെ പ്രധാനപ്പെട്ട കലണ്ടറിൽ വരുന്ന ഒരു മോഡലാണ്, നമ്മൾ സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒരു വർഷത്തിൽ ഏതെങ്കിലും ഒരു ദിവസം തരും. ഇപ്പൊ ജനുവരി 10 തിങ്കളാഴ്ച ആയാൽ മാർച്ച് 5 ഏത് ദിവസമായിരിക്കും? ആ രീതിയിലുള്ള ചോദ്യങ്ങൾ പൊതുവെ വരുന്നതാണ്. അധ്യാപക ദിനം തിങ്കളാഴ്ചയായാൽ ആ വർഷത്തിലെ ഗാന്ധി ജയന്തി ഏതാഴ്ചയായിരിക്കും? ഇങ്ങനെ ഒരു വർഷത്തിൽ ഏതെങ്കിലും ഒരാഴ്ച തന്നിട്ട് മറ്റൊരാഴ്ച ചോദിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻസ് തരാറുണ്ട്. പിന്നെ മറ്റൊരു മോഡലും കൂടി ഉണ്ട്. 4ാമത്തെ മോഡൽ എന്ന് പറയുന്നത്, ഒരു വർഷത്തിലെ ജനുവരിയോ ഫെബ്രുവരിയോ തരും. ജനുവരിയിലെ ഏതെങ്കിലും ഒരു ദിവസം തരും. അതായത് 2020 ജനുവരി 1 തിങ്കളാഴ്ച ആയാൽ 2023, അതായത് 2020 കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ട് 2020 ഡിസംബർ 1 ഏതാഴ്ചയായിരിക്കും? അങ്ങനെ ഒരു ചോദ്യം 2 കേട്ടറ്റ് പരീക്ഷ മുമ്പ് വന്നിട്ടുണ്ട്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. ഈ 4 മോഡലുകളാണ് പ്രധാനമായിട്ടും കലണ്ടർ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രധാനമായിട്ടും എന്ത് ചെയ്യേണ്ടത്, കേട്ടറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചിരിക്കേണ്ടത്. ഓക്കെ, അപ്പൊ എന്തായാലും ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് മോഡൽ എന്ന് പറയുന്നത്, കലണ്ടർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന മോഡൽ എന്ന് പറയുന്നത്, ഒരു വർഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു വർഷം സാധാരണ വർഷമാണോ അല്ലെങ്കിൽ അതൊരു അതിവർഷമാണോ എന്ന് പരിശോധിക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഫസ്റ്റ് ആയിട്ട് നോക്കാനുള്ളത്. ഓക്കെ, ഒരു വർഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വർഷം എന്ന് പറയുന്നത് സാധാരണ വർഷമാണോ അല്ലെങ്കിൽ അതിവർഷമാണോ എന്ന് പരിശോധിക്കലാണ്. അതെന്താണ് സാധാരണ വർഷവും അതിവർഷവും തമ്മിലുള്ള മാറ്റം? സാധാരണ വർഷം എന്ന് പറഞ്ഞാൽ, നോർമൽ ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ വർഷത്തിലെ ഫെബ്രുവരിയിൽ എത്ര ദിവസം ഉണ്ടാവുകയുള്ളൂ? 28 ദിവസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതേപോലെ തന്നെ ടോട്ടൽ, ആ വർഷത്തിൽ ടോട്ടൽ 365 ദിവസങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഒരു അതിവർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ലീപ് ഇയറിന്റെ പ്രത്യേകത എന്താണ്? ഫെബ്രുവരിയിൽ എത്ര ദിവസം ഉണ്ടാവും? 29. 4 വർഷം കൂടുമ്പോഴാണ് ഒരു അതിവർഷം വരിക. അതായത് ഫെബ്രുവരിയിൽ 29 ദിവസം ഉണ്ടാവും. അതേപോലെ തന്നെ ടോട്ടൽ ആ വർഷത്തില് 366 ദിവസങ്ങളും ഉണ്ടാവും. അതാണ് ഒരു പൊതുവായിട്ടൊരു സാധാരണ വർഷവും അതിവർഷവും തമ്മിലുള്ള മാറ്റം. ആ മാറ്റമൊന്നും നമ്മൾ പഠിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് പഠിച്ചിരിക്കേണ്ട മോഡൽ എന്ന് പറയുന്നത് 4 വർഷം തരും. ഇപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കൂ, താഴെ നൽകിയിരിക്കുന്നവയിൽ അതിവർഷം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനെ 4 വർഷം തന്നിട്ട് ഈ 4 വർഷത്തിൽ അതിവർഷം വരുന്ന വർഷം ഏതാ എന്ന് ചോദിക്കുന്നു. ആ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതായത് അതിവർഷം എങ്ങനെ കണ്ടെത്തും? ക്ലിയർ ആണല്ലോ? ചോദ്യത്തിന്റെ മോഡൽ, ആദ്യം ക്വസ്റ്റ്യൻ എങ്ങനെ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക, എന്നിട്ട് ഉത്തരം ചെയ്യാൻ പഠിക്കാം. ക്വസ്റ്റ്യൻ അറിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് ഇങ്ങനെ ചെയ്യണം എന്ന ആദ്യം ഒരു അറിവുണ്ടാവണം. ഇവിടെ നമ്മൾ കണ്ടെത്താൻ പോകുന്നത് ഈ 4 വർഷങ്ങളിൽ 2014 ഉണ്ട്, 16 ഉണ്ട്, 18 ഉണ്ട്, 19 ഉണ്ട്. ഈ 4 വർഷങ്ങളിൽ അതിവർഷം വരുന്ന വർഷം ഏത് എന്ന് കണ്ടെത്തണം. അപ്പൊ വർഷത്തിൽ അതിവർഷത്തിന്റെ ഒരു പ്രത്യേകത, ഒരു വർഷത്തെ 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ സാധിക്കുമെങ്കിൽ, അതായത് ശിഷ്ടമില്ലാതെ പൂർണ്ണമായിട്ട് ഒരു വർഷത്തെ ഹരിക്കാൻ സാധിക്കുമെങ്കിൽ ആ വർഷം എന്തായിരിക്കും? ഒരു അതിവർഷമായിരിക്കും. പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? അതായത് ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 2024 എന്ന് പറയുന്നത്, ഈ 2024 ഒരു അതിവർഷമാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ 2014 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ 2014 ഹരിക്കണം 4 ഇങ്ങനെ ചെയ്താൽ ഇവിടെ എന്തുണ്ടാവില്ല?
ശിഷ്ടം ഉണ്ടാവില്ല, പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. ഹരിച്ചു നോക്കാം. 2014 4 കൊണ്ട് ഹരിക്കുമ്പോൾ ഈ 2014 20 4 എത്ര പ്രാവശ്യം പോവും? 5 പ്രാവശ്യം പോവും. 5 4 20 0. 1 ഇറക്കിയത് 1 4 0 പ്രാവശ്യം, 4 ഇറക്കിയത്. ഇനി 14 4 എത്ര പ്രാവശ്യം പോവും? 3 പ്രാവശ്യം പോവും. 3 4 12. 14 നിന്നും 12 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 2. 14 മൈനസ് 12 2. ഇവിടെ ശിഷ്ടം വന്നു. അങ്ങനെ ശിഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ആ വർഷം എന്താണ്? ഒരു സാധാരണ വർഷമാണ്. ശിഷ്ടങ്ങൾ വരുന്ന വർഷങ്ങൾ 4 കൊണ്ട് ഹരിക്കുമ്പോൾ അവിടെ ശിഷ്ടം എത്രയും വരാട്ടോ. പൂജ്യമല്ലാത്ത 2 3 1 2 3 ഏതും വരാം. അങ്ങനെ 1 2 3 ഇതിൽ ഏതെങ്കിലും ഒരു ശിഷ്ടം വരുന്നുണ്ടെങ്കിൽ, അതായത് ശിഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ആ വർഷം എന്ന് പറയുന്നത് എന്താണ്? ഒരു സാധാരണ വർഷമാണ്. അപ്പൊ ഇവിടെ ഈ ഒരു കേസിൽ 2014 എന്ന് പറയുന്നത് എന്താണ്? ഒരു നോർമൽ ഇയർ ആണ്, അതായത് ഒരു സാധാരണ വർഷമാണ്. ക്ലിയർ ആണോ? ഇനി 2016 ഒന്ന് പരിശോധിച്ച് നോക്കൂ. 2016 എന്ന് പറയുന്നത് 2016 ആയിരിക്കണം. 4 20 4 5 പ്രാവശ്യം, 5 4 20 0. 1 ഇറക്കിയത് 1 4 പോവില്ല, അപ്പൊ ഒരു 0 കൊടുത്തു. 6 ഇറക്കിയത് 16. 16 4 പ്രാവശ്യം, 4 4 16. 16 നിന്ന് 16 കുറച്ചാൽ എത്ര? 0. ശിഷ്ടം വന്നോ? ശിഷ്ടം വന്നില്ല. പൂർണ്ണമായിട്ട് ഹരിക്കാൻ സാധിച്ചു. അങ്ങനെ പൂർണ്ണമായിട്ട് ഹരിക്കാൻ സാധിച്ചാൽ അത്തരം വർഷങ്ങൾ എന്തായിരിക്കും? ഒരു ലീപ് ഇയർ ആയിരിക്കും, അതായത് അതിവർഷമായിരിക്കും. ഇവിടുത്തെ ക്വസ്റ്റ്യൻ അതിവർഷം ആരാണ്? 2016 ആണ്. ക്ലിയർ ആണോ? പറഞ്ഞ മനസ്സിലായോ? ഇവിടെ 2016 ആണ് എന്ത്? അതിവർഷം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ അതെന്തായിരിക്കും? 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ സാധിക്കുമെങ്കിൽ അത് അതിവർഷമായിരിക്കും. ഇനി നിങ്ങൾ അത് 4 കൊണ്ട് ഇങ്ങനെ ഹരിച്ചു നോക്കേണ്ട ആവശ്യമില്ല. ഇനി പറയാൻ പോകുന്ന കാര്യം ഒന്നും കൂടി മനസ്സിലാക്കുക. നമുക്ക് ഒരു എളുപ്പ മാർഗമുണ്ട്. ഒരു വർഷത്തെ 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് പരിശോധിക്കാൻ. നമുക്ക് ഇവിടെ ഹരിച്ചു കിട്ടേണ്ട ഉത്തരമൊന്നും നമുക്ക് ആവശ്യമില്ല. ഹരണഫലം ഹരിച്ചു കിട്ടുന്ന ആ ഒരു ഉത്തരത്തിന്റെ ആവശ്യമില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇവിടെ ആ ഒരു വർഷത്തെ 4 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കാം. ഓക്കെ, അവസാനത്തെ 2 അക്കം എടുക്കാം. അവസാനത്തെ 2 അക്കം എടുത്തിട്ട് ആ 2 അക്കത്തെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അങ്ങനെ ആ 2 അക്കത്തെ 4 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമെങ്കിൽ അതെന്തായിരിക്കും? ആ ഒരു വലിയ സംഖ്യ, അതായത് ആ ഒരു വർഷത്തെ 4 കൊണ്ട് ഹരിക്കാം. അപ്പോൾ അതെന്തായിരിക്കും? അതൊരു അതിവർഷമായിരിക്കും. അതായത് ഒരു ഉദാഹരണം പറയാം. 2014 അവസാനത്തെ 2 അക്കം 14. 14നെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 14നെ 4 കൊണ്ട് ഹരിക്കാൻ സാധിക്കില്ല. അവിടെ എന്ത് ചെയ്യും? ശിഷ്ടം വരും. അതുകൊണ്ട് ഇതെന്താണ്? 2014നെ നമുക്ക് 4 കൊണ്ട് ഹരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇതൊരു അതിവർഷമല്ല. ഇനി 2016 അവസാനത്തെ 2 അക്കമായിട്ട് 16. 16ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 4 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. 16നെ 4 കൊണ്ട് ഹരിക്കാൻ സാധിക്കുക എന്നതിന്റെ അർത്ഥം 2016നെ 4 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. അതുകൊണ്ട് അതെന്താണ്? ഒരു അതിവർഷമാണ്. ക്ലിയർ ആണോ? ഇനി ഇവിടെ മൂന്നാമത്തെ ഓപ്ഷൻ വെറുതെ നോക്കാം. 18. 2018 ഒരു അതിവർഷമാണോ എന്ന് പരിശോധിക്കുമ്പോൾ 18 എന്ന് പറയുന്നത് എന്താണ്? 18 എന്ന് പറയുന്നത് ഒരു 4ന്റെ ഗുണിതമല്ല. അതായത് 18നെ 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് 2018 എന്തല്ല? ഒരു അതിവർഷം അല്ല. ഇനി 19. 2019 ഒരു അതിവർഷമാണോ എന്ന് പരിശോധിക്കുമ്പോൾ അവസാനത്തെ 2 അക്കം 19 ആണ്. 19നെ നമുക്ക് 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ സാധിക്കുമോ? ഇല്ല. 19 എന്ന് പറയുന്ന 4ന്റെ ഗുണനത്തിൽ വരില്ല, ഹരിക്കാൻ സാധിക്കില്ല. അവിടെ ശിഷ്ടം വരും. അതുകൊണ്ട് ഇതും എന്തല്ല? ഒരു അതിവർഷമല്ല. ഇപ്പൊ ഇവിടെ തന്ന 4 അതിവർഷം ഏതാണ്? 2016. നമുക്ക് ചെയ്ത് നോക്കാതെ തന്നെ കിട്ടും. 2016 ആണ് ഇവിടെ എന്ത്? അതിവർഷമായിട്ട് വരുന്നത്. പറഞ്ഞത് വ്യക്തമാണോ? ഒരു വർഷത്തെ 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ സാധിച്ചാൽ അതെന്താണ്? ഒരു അതിവർഷമാണ്, ലീപ് ഇയർ ആണ്. അത് നോക്കാനുള്ള ഒരു ഏറ്റവും എളുപ്പമാർഗം എന്ന് പറയുന്നത് എന്താണ്? അവസാനത്തെ 2 അക്കം എടുത്തിട്ട് പരിശോധിക്കുക. അവസാനത്തെ 2 അക്കം എടുത്ത് പരിശോധിക്കുമ്പോൾ ആ 2 അക്കത്തെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചെയ്താൽ മതി.
പരിശോധിച്ചാൽ മതി. ആർക്കെങ്കിലും സംശയമുണ്ടോ? ആർക്കെങ്കിലും സംശയമില്ല എന്ന് വിചാരിക്കുന്നു. എന്നാൽ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്തെന്ന് ചെയ്തു നോക്കട്ടെ, നിങ്ങൾ സ്വയം ചെയ്തു നോക്കുക. താഴെ നൽകിയിരിക്കുന്നവയിൽ അതിവർഷം അല്ലാത്തത് ഏത്? ആയത് ഏത്, അല്ലാത്തത് ഏത്? രണ്ട് രീതിയിൽ ചോദിക്കാം. ഇവിടെ നമ്മളോട് ചോദിച്ചത് എന്താണ്? അല്ലാത്തതാണ്. താഴെ നൽകിയിരിക്കുന്നവയിൽ അതിവർഷം അല്ലാത്തത് ഏത്? ഒന്ന് സ്വയം ഒന്ന് ചെയ്തു നോക്കുക, എന്നിട്ട് വിശദീകരിക്കുക കേട്ടോ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങളെ യാതൊരുവിധ റീപ്ലൈ ഒരു ശബ്ദവും കേൾക്കുന്നില്ല. ഓക്കെ, ചെയ്തു നോക്കിയോ? താഴെ നൽകിയിരിക്കുന്നവയിൽ അതിവർഷം അല്ലാത്തത് ഏത്? ഉത്തരം കിട്ടിയോ? ഓക്കെ, മനസ്സിലാവാത്തവരൊന്ന് ശ്രദ്ധിക്കട്ടോ. അതായത് ഇവിടെ ചോദ്യം എന്താണ്? അതിവർഷം അല്ലാത്തത് ഏത്? നിങ്ങൾ കേട്ടച്ച് പരീക്ഷ ഏത് കേട്ടച്ചെന്നല്ല, ഏതൊരു പരീക്ഷ അറ്റൻഡ് ചെയ്യുമ്പോഴും അത് കൃത്യമായിട്ട് ചോദ്യം മനസ്സിലാക്കണം. എന്നിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഉത്തരത്തിലേക്ക് പോകാൻ പാടുള്ളൂ. അല്ലാതെ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കാതെ ഓടിച്ചെന്നിട്ട് അതിവർഷം എന്നൊക്കെ കാണും. അപ്പൊ ഫസ്റ്റത്തെ എ ഓപ്ഷൻ 1988, അതെന്തായിരിക്കും? ഒരു അതിവർഷമാണ്. ഓടിച്ചെന്നിട്ട് അതിവർഷം കിട്ടിയെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യരുത്? 1988 എ ഓപ്ഷൻ കൊടുക്കരുത്. കാരണം എന്താ? ഇവിടെ അതിവർഷം അല്ലാത്തതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും? അതിവർഷം അല്ലാത്തതൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടാവും. പക്ഷെ എക്സാം ഹാളിൽ കയറുമ്പോ അവിടത്തെ ആ ഒരു ടെൻഷനും അവിടെ ഉണ്ടാകുന്ന ആ ഒരു സമയത്തിൽ തീർക്കാനുള്ള ഒരു ധൃതിയിലൊക്കെ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ ഒന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാതൊക്കെ ചെയ്തു പോവാം. അപ്പൊ അതൊരിക്കലും എന്ത് ചെയ്യരുത്? ഉണ്ടാവരുത്. കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? വായിച്ച് മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പൊ ചെയ്യുന്ന രീതി ശ്രദ്ധിച്ചോളൂ. അതിവർഷം അല്ലാത്തതാണ് ചോദ്യം. അതിവർഷവും സാധാരണ വർഷവും നമ്മൾ വർഗീകരിക്കപ്പെടുന്നത്, തരംതിരിക്കുന്നത് ആ ഒരു വർഷത്തെ 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് പരിശോധിച്ചുകൊണ്ടാണ്. 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ സാധിച്ചാൽ അതൊരു അതിവർഷമാണ്, ലീപ്പ് ഇയർ ആണ്.
എന്നാൽ ഒരു വർഷത്തെ 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ സാധിച്ചില്ലെങ്കിൽ അതെന്താണ്? ഒരു സാധാരണ വർഷമാണ്, ഒരു നോർമൽ ഇയർ ആണ്. അപ്പൊ ഇത് പരിശോധിക്കുന്നത് എങ്ങനെയാണ്? അത് നമുക്ക് ഒരു വർഷത്തെ പൂർണ്ണമായിട്ട് 4,988 ആയിരിക്കണം. 4 ചെയ്ത് നോക്കാം, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ചെയ്താലും ഒരുപാട് സമയമൊന്നും എടുക്കൂല, പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് ശിഷ്ടമുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാം. എന്നാൽ അതിന്റെ ഒരു ആവശ്യം നമുക്ക് ഇവിടെ വരുന്നില്ല. ഇവിടെ നമുക്ക് പരിശോധിക്കാൻ ഏറ്റവും എളുപ്പമാർഗം എന്ന് പറയുന്നത് അവസാനത്തെ 2 അക്കം എടുക്കാം. ആ 2 അക്കത്തെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ ആ വർഷത്തെയും എന്ത് ചെയ്യാൻ പറ്റും? 4 കൊണ്ട് ഹരിക്കാൻ പറ്റും. അതാണ് നമ്മുടെ തത്വം. ഓക്കെ, അപ്പൊ ഇവിടെ അവസാനത്തെ 2 അക്കം 88ആണ്. 88നെ തീർച്ചയായിട്ടും നമുക്ക് 4 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. വേണം ആ സംശയം ഉണ്ടെങ്കിൽ, ഉള്ളതാണെങ്കിൽ എന്ത് ചെയ്യാം? അപ്പൊ 88 ചിലപ്പോൾ നമുക്ക് അത് മാത്രം ഒന്ന് ഹരിച്ചു നോക്കാം. 88നെ 4 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും? 22 എന്നുള്ള ഉത്തരം കിട്ടും. ഇവിടെ 0 വരും, അതായത് പൂർണ്ണമായിട്ട് ഹരിക്കാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് പറയാം 1988നെയും എന്ത് ചെയ്യാൻ പറ്റും? 4 കൊണ്ട് ഹരിക്കാം. അതുകൊണ്ട് ഇതൊരു അതിവർഷമാണ്. പിന്നെ ഞാൻ വീണ്ടും പറഞ്ഞു, അതിവർഷം കിട്ടിയ ഉടൻ തന്നെ ഓടി ചെന്നിട്ട് എന്ത് കൊടുക്കരുത്, അതിവർഷം അല്ലാത്തതാണ് ചോദ്യം. ഇനി 1992 ഒരു അതിവർഷമാണോ എന്ന് പരിശോധിക്കാൻ 92നെ മാത്രം എന്ത് ചെയ്യാം? ഒന്ന് ഹരിച്ചു നോക്കാം. 92നെ മാത്രം ഹരിച്ചു നോക്കിയാൽ നമുക്ക് അവിടെ എന്ത് ചെയ്യില്ല? ശിഷ്ടം ഉണ്ടാവില്ല, ശിഷ്ടം 0 ആയിരിക്കും. അതായത് 92 ഹരിക്കണം 4 എന്ന് പറയുന്നത് 23 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ അതും എന്തിനാണ്? ഒരു അതിവർഷമാണ്. ഈ ഉത്തരത്തിനൊന്നും പ്രസക്തി ഇല്ല കേട്ടോ, നമുക്ക് ഇവിടെ ശിഷ്ടം ഉണ്ടോ ഇല്ല എന്ന് അറിഞ്ഞാൽ മതി. അതുകൊണ്ട് ഇതും ഒരു അതിവർഷമാണ്. ഇനി 1996നെ എന്ത് ചെയ്യണം? പരിശോധിക്കണം. 1996നെ പരിശോധിക്കുമ്പോൾ അവസാനത്തെ 2 അക്കം എന്ന് പറയുന്നത് 96നെയും എന്ത് ചെയ്യാൻ പറ്റും? 4 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. 96നെ 4 കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ ഇതും എന്താണ്? ഒരു അതിവർഷമാണ്. എന്നാൽ 1994നെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് പരിശോധിക്കുമ്പോൾ അവസാനത്തെ 2 അക്കം ഏതാണ്? 94. 94 ഹരിക്കണം 4 ചെയ്യുന്നു. 94 ഹരിക്കണം 4, 9ൽ 4 2 പ്രാവശ്യം 8 എന്ന് കിട്ടും. 14, 14ൽ 4 3 പ്രാവശ്യം 3 4 12. 14ൽ നിന്ന് 12 കുറച്ചാൽ എത്ര? 2. ഇവിടെ ശിഷ്ടം എത്ര വരുന്നുണ്ട്? 2 വരുന്നുണ്ട്. അതിനർത്ഥം 1994നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇതെന്താണ്? ഒരു സാധാരണ വർഷമാണ്. സോ 1994 എന്ത്? ഇവിടെ സാധാരണ വർഷം. അതായത് അതിവർഷം അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. അതിവർഷം അല്ലാതെ സാധാരണ വർഷമായിട്ട് ആരാ വരുന്നത്? 1994 വരുന്നത്. ഡി ഓപ്ഷൻ ആണ് ഉത്തരം. എല്ലാവർക്കും ഉത്തരം കിട്ടിയോ? എല്ലാവർക്കും ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഒരു പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ കേട്ടച്ച് എക്സാമിന് മുൻപേ ചോദിച്ചൊരു ചോദ്യമാണ്. ഓക്കെ, അതായത് സാധാരണ വർഷമാണോ അതിവർഷമാണോ എന്ന് മനസ്സിലാക്കുന്ന തത്വത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് കേട്ടച്ച് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു മോഡലാണ് 2024 ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ 3 മാസങ്ങളിലെ ആകെ ദിവസങ്ങളുടെ എണ്ണം എത്ര? ഇത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ വെച്ചിട്ട് ചെയ്യാൻ കഴിയും. ഒന്ന് ചെയ്തു നോക്കിക്കോളും. 2024 ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലെ ആകെ ദിവസങ്ങളുടെ എണ്ണം എത്ര? ഒന്ന് പെട്ടെന്നൊന്ന് ചെയ്തു നോക്കൂ.
2024 ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ആകെ ദിവസങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? വർഷം തന്നിട്ടുണ്ട്. ഫെബ്രുവരി മാസവുമായി ബന്ധപ്പെട്ട് ഏതൊരു ചോദ്യം വന്നാലും നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ അടുത്തതും ഉണ്ട്. അവിടൊക്കെ ഫെബ്രുവരി മാസവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമുണ്ടോ അവിടെ കൃത്യമായിട്ട് വർഷം തരും. കാരണം എന്താണ്? ഫെബ്രുവരിയിലെ ദിവസങ്ങൾ എത്രയുണ്ട് എന്ന് കണക്കാക്കാൻ നമുക്ക് ആരുടെ സഹായം ആവശ്യമാണ്? വർഷത്തിന്റെ സഹായം ആവശ്യമാണ്. ഓക്കെ അല്ലേ? ഇവിടെ ചെയ്യേണ്ട രൂപം, ഏതൊരു മാസമാണെങ്കിലും ഏതൊരു വർഷമാണെങ്കിലും ജനുവരിയിൽ എത്ര ദിവസം ഉണ്ടാവും? നിങ്ങൾ അത് അറിഞ്ഞിരിക്കണം കേട്ടോ. ജനുവരി മുതൽ ഡിസംബർ വരെ ഓരോ മാസത്തിലും എത്ര ദിവസമുണ്ട് അത് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അത് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. കയ്യിലൊക്കെ വെച്ചിട്ട് നമ്മൾ കൂട്ടാറുണ്ട്. ജനുവരിയിൽ 31, ഫെബ്രുവരിയിൽ 28 അല്ലെങ്കിൽ 29, അത് അറിയാവുന്ന കാര്യമാണ്. മാർച്ചിൽ 31, ഏപ്രിൽ 30, ആ ഒരു കണക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഓക്കെ. ഇപ്പൊ യൂട്യൂബിലൊക്കെ നോക്കിയാൽ മതി. അതിന്റെ എങ്ങനെയാണ് മുഷ്ടി ചുരുട്ടിക്കൊണ്ട് എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നൊക്കെ അങ്ങനെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് കണ്ടെത്തുന്ന പല മാർഗങ്ങളുണ്ട്. അപ്പൊ അതൊന്ന് കണ്ട് മനസ്സിലാക്കി വെക്കട്ടോ. ഇവിടെ ഏതായാലും മനസ്സിലാക്കുക, ജനുവരിയില് എങ്ങനെയായാലും 31 ദിവസം ഉണ്ടാവും, ഫെബ്രുവരിയിൽ 28 ഉണ്ടാവും അല്ലെങ്കിൽ 29 ഉണ്ടാവും, മാർച്ചിൽ എത്ര ദിവസം ഉണ്ടാവും? 31 ദിവസം ഉണ്ടാവും. ഓക്കെ. അപ്പൊ ജനുവരിയിലെ ഏത് വർഷമാണെങ്കിലും എത്ര ദിവസമാണ്? 31 ദിവസമാണ്. അടുത്ത മാസം എന്ന് പറയുന്നത് ഫെബ്രുവരി. ഫെബ്രുവരിയിൽ എത്ര ദിവസമുണ്ട്? ഒരിക്കലും 28 എടുക്കരുത്, അല്ലെങ്കിൽ 29 ഓടിച്ചെന്ന് എടുക്കരുത്. ഫെബ്രുവരിയിലെ ദിവസം കണക്കാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? വർഷം തന്നിട്ടുണ്ട്. ആ വർഷം അതിവർഷമാണെങ്കിൽ 29 ദിവസം ഉണ്ടാവും. ആ വർഷം ഒരു സാധാരണ വർഷം, നോർമൽ ഇയർ ആണെങ്കിൽ ഫെബ്രുവരിയിൽ എത്ര ദിവസം ഉണ്ടാകും? 29 ദിവസം ഉണ്ടാവും. അതാണല്ലോ അതിവർഷത്തിന്റെ ഒരു പ്രത്യേകത. അപ്പൊ അത് അതിവർഷമാണോ സാധാരണ വർഷമാണോ എന്ന് എന്ത് ചെയ്യണം? പരിശോധിക്കണം. 2024 ഒരു അതിവർഷമാണോ സാധാരണ വർഷമാണോ എന്ന് പരിശോധിക്കാൻ അവസാനത്തെ രണ്ടൊക്കെ ഒന്ന് പരിശോധിച്ചാൽ മതി. 24 എന്ത് ചെയ്യാൻ പറ്റും? 4 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. അതുകൊണ്ട് 2024 എന്ന് പറയുന്നത് എന്താണ്? ഒരു അതിവർഷമാണ്. ഇതൊരു അതിവർഷമായതുകൊണ്ട് തന്നെ ഫെബ്രുവരിയിൽ എത്ര ദിവസം ഉണ്ടാവും? 29 ദിവസം ഉണ്ടാവും. അതിവർഷത്തിന്റെ പ്രത്യേകത അതാണ്, 29 ദിവസം ഉണ്ടാവും. ഇനി മാർച്ചിൽ എത്ര ദിവസം ഉണ്ടാവും? മാർച്ചില് 31 ദിവസങ്ങൾ ഉണ്ടാവും. ഏതൊരു വർഷമാണെങ്കിലും മാർച്ചിൽ എത്ര ആയിരിക്കും? 31 ദിവസമായിരിക്കും. ഇനി ഇതൊന്ന് കൂട്ടി നോക്കിയാൽ മതി. 11 9 91 എന്ന് കിട്ടും. ടോട്ടൽ എത്ര ദിവസമുണ്ട്? ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ ആകെ ദിവസങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 91 ദിവസങ്ങളാണ് ഉള്ളത്. അപ്പൊ ഈ ഒരു ചോദ്യത്തിന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വർഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാധാരണ വർഷമാണോ അതിവർഷമാണോ എന്ന് എന്ത് ചെയ്യണം? കണ്ടെത്തണം. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടി ഇത് ബേസ് ചെയ്തുകൊണ്ട് 2024 പകരം 2026 നമ്മുടെ കറന്റ് ഇയർ 2026 ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ ആകെ ദിവസങ്ങളുടെ എണ്ണം എത്ര? ചിലപ്പോ ഇങ്ങനെയും തരാട്ടോ, ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ അങ്ങനെയും തരാം. ഫെബ്രുവരി ഉൾപ്പെടുത്താന്നുള്ളതേ ഉള്ളൂ. യെസ്, പൊതുവെ ഇതുവരെ തന്നിട്ടുള്ള ജനുവരി ഫെബ്രുവരി മാർച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. 2026 ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ ആകെ ദിവസങ്ങളുടെ എണ്ണം എത്ര? ഓക്കെ. 2026 ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ ആകെ ദിവസങ്ങളുടെ എണ്ണമാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? ചോദിച്ചിട്ടുള്ളത്. വർഷം ഏതായിക്കോട്ടെ, ജനുവരിയിൽ എത്ര ദിവസം ഉണ്ടാവും? 31 ദിവസം ഉണ്ടാവും. ഇനി ഫെബ്രുവരി കൂട്ടേണ്ട സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? ആ വർഷത്തിലേക്ക് ഒന്ന് നോക്കുക. ആ വർഷം ഏത് വർഷമാണ്? സാധാരണ വർഷമാണോ അതിവർഷമാണോ എന്ന് എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? അവസാനത്തെ രണ്ടക്കം പരിശോധിക്കുക. 26 എന്ന് പറയുന്നത് എന്താണ്? 26 എന്ന് പറയുന്നത് ഒരു 4ന്റെ ഗുണിതം അല്ല. അതായത് 26നെ 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ സാധിക്കില്ല. 24, 28 അങ്ങനെയാണ് 4ന്റെ ഗുണനം പോകുന്നത്. അതായത് 26നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ സാധിക്കില്ല. അതിന്റെ അർത്ഥം 2026നെയും എന്ത് ചെയ്യാൻ പറ്റില്ല?
4 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ സാധിക്കില്ല. വേണമെങ്കിൽ അങ്ങനെയും പരിശോധിക്കാം. 2026 ഹരിക്കണം 4 ചെയ്ത് നോക്കാം. സോ അതുകൊണ്ട് അതെന്താണ്, ഒരു സാധാരണ വർഷമാണ്. സാധാരണ വർഷത്തിൽ ഫെബ്രുവരിയിൽ ആകെ എത്ര ദിവസം ഉണ്ടാവും? സാധാരണ വർഷത്തിൽ ഫെബ്രുവരിയിൽ ആകെ 28 ദിവസമാണ് ഉണ്ടാവുക. മാർച്ച് മാസം സാധാരണമായിക്കോട്ടെ അതിവർഷമായിക്കോട്ടെ എത്ര ദിവസം ഉണ്ടാവും? 31 ദിവസം ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ഇതെല്ലാം കൂടി കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 90 എന്ന് കിട്ടും. അപ്പൊ 2026 ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ആകെ ദിവസങ്ങളുടെ എണ്ണം എത്ര ആയിരിക്കും? 90 ആയിരിക്കും ഉത്തരം വരാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ്. കേട്ടറ്റ് പരീക്ഷയെ സംബന്ധിച്ച് ചോദിക്കുന്ന ഒരു മോഡലാണ്. ഏത്? ഒരു വർഷത്തെ സാധാരണ വർഷമാണോ അതല്ല ഇനി അതൊരു അതിവർഷമാണോ എന്ന് പരിശോധിക്കുക എന്ന് പറയുന്നത്. അത് അത്തരത്തിലൊരു ചോദ്യം വന്നാൽ ചെയ്യാൻ കഴിയില്ല. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ സംശയം ഉടൻ തന്നെ സ്റ്റോപ്പ് ചെയ്ത് ചോദിക്കണം കേട്ടോ. ഓക്കെ അല്ലേ? മൗനം സമ്മതം എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ മിണ്ടാട്ടം ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അതിവർഷത്തിന്റെ കേസിൽ പറയണ്ടല്ലോ. ആ ഒരു 3 ചോദ്യങ്ങൾ തന്നെ മതിയാവും. അതിവർഷം ഏത്, അല്ലെങ്കിൽ അതിവർഷമല്ലാത്തത് ഏത്, അല്ലെങ്കിൽ പിന്നെ ചോദിക്കാനുള്ളത് വർഷം തന്നിട്ട് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ആകെ ദിവസങ്ങളുടെ എണ്ണം. അത്രയാണ് നമുക്ക് ആ ഒരു മോഡലിൽ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് രണ്ടാമത്തെ മോഡലിലേക്ക് എന്ത് ചെയ്യണം? കിടക്കാം. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ സൂം ചെയ്യാട്ടോ. നിങ്ങളുടെ സ്ക്രീൻ പിടിച്ചിട്ട് സൂം ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രസന്റേഷൻ സൂം ചെയ്തിട്ട് വരും കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ മോഡലിന്റെ പ്രത്യേകത, ഒരു മാസത്തില്, അതായത് ഒരു മാസം, ചില മാസങ്ങൾ 30 ആയിരിക്കും, ചില മാസങ്ങളിൽ 28, ഫെബ്രുവരി 28 വരാം, 31 വരാം, ചില മാസങ്ങളിൽ 30 വരാം, 31 വരാം. അതൊന്നും നമുക്ക് എന്തില്ല, ഇവിടെ പ്രസക്തി ഇല്ല കേട്ടോ. അപ്പൊ ഇനി ചോദിക്കരുത് 30 ദിവസങ്ങൾ വരുന്ന മാസത്തിലോ എന്നൊരു സംശയം വേണ്ട. നമുക്ക് കോമൺ ആയിട്ട് 29, 30, 31 അങ്ങനെ പറയാം. അതായത് ശ്രദ്ധിക്കട്ടെ, ഈ ആദ്യം പോയിന്റ് മനസ്സിലാക്കാം. ഒരു മാസത്തിലെ 29-ാം തീയതി, 30-ാം തീയതി, 31-ാം തീയതി, ഈ 3 തീയതികളിൽ വരുന്ന ദിവസം, ആഴ്ചകള് ആ മാസത്തിൽ എന്തായിരിക്കും? 5-ാം തവണ ആയിരിക്കും. പറഞ്ഞ മനസ്സിലായോ? ഏതൊക്കെ? ഈ ഡേറ്റ് മനസ്സിലാക്കി വെക്കുക. 29, 30, 31 ഡേറ്റുകളിൽ ഏത് ഡേ ആണോ ആ ഒരു ദിവസം, ആ ഒരാഴ്ച ആ മാസത്തിൽ എന്തായിരിക്കും? 5-ാം തവണ വരുന്നതായിരിക്കും. ഒരു മിനിറ്റ്. ഓക്കെ, തുടരാട്ടാ. അപ്പൊ നമ്മൾ പറഞ്ഞത് 29, 30, 31 തീയതികളിൽ വരുന്നത് എന്തായിരിക്കും? 5-ാം തവണ ആയിരിക്കും. ആ മാസത്തിൽ എന്തായിരിക്കും? 5 തവണ വരുന്നതായിരിക്കും. അതായത് ഇപ്പൊ ഈ കലണ്ടറിലേക്ക് നോക്കൂ. 29-ാം തീയതി, 30-ാം തീയതി, 31-ാം തീയതി അല്ലെ? 29-ാം തീയതി ഏതാണ്? ഞായറാഴ്ച. 30-ാം തീയതി തിങ്കളാഴ്ച. 31 ഏതാ? ചൊവ്വാഴ്ച. സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെ ആയിരിക്കും. 29, 30, 31 ഞായർ, തിങ്കൾ, ചൊവ്വ. എത്ര ഞായറുണ്ട് ആ മാസം? ആ മാസം എത്ര ഞായറുണ്ട് നോക്ക്. 1-ാം തീയതി എന്താണ് ആ മാസം? 1-ാം തീയതി ഞായറാഴ്ചയാണ്. 8-ാം തീയതി ഞായറാഴ്ചയാണ്. 15-ാം തീയതി ഞായറാഴ്ചയാണ്. 22, 29 അതിന് എത്ര ഞായറാഴ്ചകൾ ആ മാസം ഉണ്ടായി?
5 ഞായറാഴ്ചകൾ ആ മാസത്തിൽ എന്ത് ചെയ്തു ഉണ്ടായി. ഇനി 30-ാം തീയതി വന്ന തിങ്കളാഴ്ച എത്ര ഉണ്ട്? 2, 9, 16. ഒന്ന് നെറ്റ് പോയതാണ്. ഇപ്പൊ കേൾക്കുന്നില്ലേ? ഓക്കെ. അപ്പൊ 29, 30, 31 തീയതികളിൽ വന്നിട്ടുള്ള ആ ഒരു ദിവസങ്ങൾ ആഴ്ച പരിശോധിച്ചാൽ എന്ത് ചെയ്യും? മനസ്സിലാവും അതെന്താണ് ആ മാസം 5-ാം തവണയാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഓക്കെ, പ്രസന്റേഷനിൽ നോക്കാം. ഓക്കെ അല്ലേ? അത് ഓക്കെ ആണല്ലോ. അപ്പൊ അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്. 29, 30, 31 ഡേറ്റുകളിൽ വരുന്ന ദിവസങ്ങൾ എന്തായിരിക്കും? ആ മാസത്തിലെ 5-ാം തവണയായിരിക്കും. ബാക്കിയുള്ളതൊക്കെ എത്രയേ ഉള്ളൂ? 28, 26, 27, 28, സോറി 25, 26, 27, 28 അവസാനിച്ച ദിവസങ്ങൾ നോക്കൂ. ഇതൊക്കെ എത്രയാണ്? 1, 2, 3, 4 പ്രാവശ്യമേ ഉള്ളൂ. ഇവിടെ 1, 2, 3, 4 പ്രാവശ്യമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ എത്ര പ്രാവശ്യം വരുള്ളൂ? 4 പ്രാവശ്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. 5-ാം തവണ വരാൻ സാധ്യത കൽപ്പിക്കുന്നത് ഏതൊക്കെ ഡേറ്റുകളാണ്? 5-ാം തവണ വരുന്നത് 29, 30, 31 ഡേറ്റുകളിൽ വരുന്ന ദിവസങ്ങളായിരിക്കും ആ മാസത്തിൽ എന്തുണ്ടാവുക? 5 തവണ വരിക. പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? അപ്പൊ ഈ 30 ദിവസങ്ങളാണെന്നുള്ളതെങ്കിൽ അങ്ങനെ 30 ദിവസം എന്ന് പറയുന്നത് നമ്മൾ തരുന്നില്ല. അങ്ങനെ ഒരു കൺഫ്യൂഷൻ അവിടെ എന്ത് ചെയ്യില്ല, ഉണ്ടാക്കില്ല. അതായത് 30 ദിവസമാണെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ട് 29, 30 മാത്രമേ എന്തുള്ളൂ 5 തവണ വരുന്നുള്ളൂ. ഓക്കെ, അങ്ങനെ എടുത്തിട്ട് എന്ത് ചെയ്യില്ല, ചോദ്യം 5 തവണ വരാൻ സാധ്യത ക്വസ്റ്റ്യന് ഒരു വർഷം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തീയതി വരും. 5 തവണ വരാൻ സാധ്യതയുള്ള ആഴ്ച അല്ലെങ്കിൽ 5 തവണ ഇല്ലാത്ത ആഴ്ച. ഈ രീതിയിലാണ് നമ്മളോട് എന്ത് ചോദിക്കാം. ആ ചോദ്യത്തിൽ മനസ്സിലാക്കേണ്ടത് ഏതൊക്കെ ഡേറ്റുകളാണ് അവിടെ വരിക, ഇത് വെക്കണം. ഏതൊക്കെ ഡേറ്റുകളാണ് വരുന്നത് എന്ന് മനസ്സിലാക്കുക. 29, 30, 31 ഈ തീയതികൾ ആഴ്ചകളായിരിക്കും എന്തുണ്ടാകും 5 തവണ സാധ്യതയുള്ളത്. പറഞ്ഞു മനസ്സിലായോ? ആ ഒരു പോയിന്റ് ആദ്യം മനസ്സിലാക്കി നോക്കണം. പോയിന്റ് ഓക്കെ ആണോ? ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് 1-2 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഒന്നുകൂടി ക്ലിയർ ആവട്ടെ. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഇത് ഈ ഒരു മോഡലിൽ വരുന്ന ചോദ്യം ഒന്ന് നോക്കാം. ഓക്കെ, ഒരു മാസത്തെ 10-ാം തീയതി, ഏതോ മാസം ഒന്നും നമുക്ക് തരൂല,
ഒരു മാസത്തെ 10-ാം തീയതി വ്യാഴാഴ്ചയാണെങ്കിൽ ആ മാസം 5 തവണ വരാൻ സാധ്യതയുള്ള ആഴ്ച താഴെ തന്നിരിക്കുന്നവയിൽ ഏതായിരിക്കും? അതായത് ഏതോ ഒരു മാസത്തിലെ 10-ാം തീയതി നമുക്ക് തന്നിട്ടുണ്ട് വ്യാഴാഴ്ച. അങ്ങനെ 10-ാം തീയതി വ്യാഴാഴ്ചയാണെങ്കിൽ ആ മാസത്തിൽ 5 തവണ വരാൻ സാധ്യത ആർക്കാണ് എന്നാണ് നമ്മളോട് എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. ആ രീതിയിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്, നമുക്കറിയാം ഏതൊക്കെ ഡേറ്റുകളാണ് 5 തവണ വരിക. ഏതൊക്കെ ഡേറ്റുകളാണ് 5 തവണ വരിക? നമുക്കറിയാം ഏതൊക്കെയാണ്. 29, 30, 31. ഓക്കെ, 29, 30, 31 ആ ദിവസങ്ങൾ, ആ ഡേറ്റുകളിൽ വരുന്ന ദിവസങ്ങളായിരിക്കും എന്ത് ചെയ്യുന്നത്, 5 തവണ വരുന്നത്. അപ്പൊ ഈ 10-ാം തീയതി അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു പോയിന്റ് തന്നിട്ടുണ്ട്. 10-ാം തീയതി എന്താണ്? വ്യാഴം. ഓക്കെ, 10-ാം തീയതി വ്യാഴമാണെങ്കിൽ നമ്മൾ അടുത്ത വ്യാഴാഴ്ച എന്നായിരിക്കും? അതിനൊരു പോയിന്റ് ഉണ്ട്. അതായത് 10-ാം തീയതി വ്യാഴമാണെങ്കിൽ ഇനി അടുത്ത വ്യാഴാഴ്ച വരുന്നത് തൊട്ടടുത്ത ദിവസം പിന്നെ ഏതായിരിക്കും? വെള്ളി, പിന്നെ ശനി, ഞായർ, തിങ്കൾ, ഇങ്ങനെ കഴിഞ്ഞു പോയിട്ട് 7 ദിവസം കഴിഞ്ഞാലായിരിക്കും ഇനി എന്ത് ചെയ്യാ, അടുത്ത വ്യാഴം വരാം. അതറിയില്ല. അതായത് ഇവിടെ ശ്രദ്ധിച്ചു നോക്കൂ, 10-ന്റെ താഴെ എപ്പോഴും എന്തായിരിക്കും? 17 ആയിരിക്കും. അതായത് ഈ ഒരു കലണ്ടറിൽ ചൊവ്വയാണ് 10-ാം തീയതി ചൊവ്വ. ഇനി അടുത്ത ചൊവ്വ എന്താണ്? 17-ാം തീയതിയാണ്, 7 ദിവസം കഴിഞ്ഞിട്ടാ. പിന്നെ 24-ന് അതിലേക്ക് 7 കൂട്ടിയത് എപ്പോഴും ഇങ്ങനെ ആയിരിക്കും, 10, 17, 24, 31. ഈ രീതിയിലായിരിക്കും എന്ത് ചെയ്യാ, ആഴ്ചകൾ വരാം. അതായത് 7 ദിവസം കഴിഞ്ഞാലായിരിക്കും പിന്നീട് ആ ദിവസം വരാം. അപ്പൊ 10-ാം തീയതി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. 10-ാം തീയതി വ്യാഴമാണെങ്കിൽ ഇനി ഒരു വ്യാഴാഴ്ച വരെ എന്തായിരിക്കും? നമ്മൾ കണ്ടെത്തുന്നത് 29, 30, 31 ദിവസങ്ങളിൽ ആരാ എന്ന് കണ്ടെത്തണം. അതിന് നമ്മൾ ഈ തന്ന വിവരം വെച്ചിട്ട് എവിടെ വരെ പോകണം? 29, 30, 31 ഡേറ്റുകളിലേക്ക് എത്തണം. അപ്പൊ അതിനുവേണ്ടി 10-ാം തീയതി വ്യാഴം എന്ന് നമുക്ക് തന്നു. അടുത്ത വ്യാഴം എന്നായിരിക്കും? പിന്നെ ഒരു വ്യാഴാഴ്ച വരെ 17-ാം തീയതി എന്തായിരിക്കും? വ്യാഴമായിരിക്കും. ക്ലിയർ? ഇനി അടുത്ത വ്യാഴാഴ്ച എന്നായിരിക്കും? 17-ലേക്ക് 7 കൂട്ടിയാൽ മതി. എപ്പോഴും അടുത്തത് കണ്ടെത്താൻ 7 കൂട്ടിയാൽ മതി. 24-ാം തീയതി വ്യാഴമായിരിക്കും. പിന്നെ 31-ാം തീയതി, 24-ലേക്ക് 7 കൂട്ടിയാൽ എത്ര? 31. 31-ാം തീയതി എന്തായിരിക്കും? വ്യാഴാഴ്ച ആയിരിക്കും. സ്വാഭാവികമായിട്ട് നമുക്ക് 31-ാം തീയതി കിട്ടി. 31-ാം തീയതി ഏതാണ്? വ്യാഴമാണ്. അങ്ങനെയാണെങ്കിൽ 30-ാം തീയതി തൊട്ട് മുമ്പത്തെ ദിവസം ഏതായിരിക്കും? തൊട്ട് വ്യാഴാഴ്ച 31 വ്യാഴമാണെങ്കിൽ 30-ാം തീയതി ആരായിരിക്കും? ബുധനായിരിക്കും. ഓക്കെ, 29-ാം തീയതി ബുധന് തൊട്ട് മുമ്പുള്ള ദിവസം ആരാണ്? ചൊവ്വ. ഇപ്പൊ 29, 30, 31 ഡേറ്റുകൾ നമുക്ക് കിട്ടി. ആരൊക്കെയാണ്? ചൊവ്വ, ബുധൻ, വ്യാഴം. പറഞ്ഞു മനസ്സിലായോ? ഇവിടെ നമ്മൾ കണ്ടെത്തിയത് എന്താണ്? 10-ാം തീയതി വ്യാഴാഴ്ച എന്ന പോയിന്റ് വെച്ചിട്ട് 29, 30, 31 ഡേറ്റുകൾ ആരാ എന്ന് കണ്ടെത്തി. അങ്ങനെ 7 കൂട്ടിയിട്ട് നമ്മൾ കണ്ടെത്തി. എപ്പോഴും അങ്ങനെ തന്നെ. ചിലപ്പോ 24 കഴിഞ്ഞ് ചിലപ്പോ നമുക്ക് എന്ത് ചെയ്യും? 25-ല് 26-ലൊക്കെ എത്തും. ഇപ്പൊ 26-ലൊക്കെ എത്തിയാൽ പിന്നെ 27, 28 കണ്ടെത്തിയിട്ട് പിന്നെ 29, 30, 31 ആരൊക്കെയെന്ന് കണ്ടെത്താം. അപ്പൊ നമുക്ക് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് ഏതൊരു ഡേറ്റ് തന്നാലും ആ ഡേറ്റ് വെച്ചിട്ട് നമ്മൾ എവിടം വരെ എത്തണം? 29, 30, 31 തീയതികളിലേക്ക് എത്തണം. കാരണം എന്താ? 29, 30, 31 ഡേറ്റുകൾ ആയിരിക്കും ആ മാസത്തിൽ എന്ത് ചെയ്യുന്നത്? 5 തവണ വരുന്നത്. ഓക്കെ, അപ്പൊ ചൊവ്വ 5 തവണ വരും, ബുധൻ 5 തവണ വരും, വ്യാഴം 5 തവണ വരും. ഓക്കെ, ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ ചോദ്യം എന്താണ്? വരാൻ സാധ്യതയുള്ള ആഴ്ച താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെ? തന്നിരിക്കുന്നതിൽ ഏതായിരിക്കും? ഇപ്പൊ ചൊവ്വയും ബുധനും വ്യാഴമാണ് എന്ത് ചെയ്യുന്നത്? 5 തവണ വരുന്നത്. ശനി വരൂല, വെള്ളി വരൂല, ചൊവ്വ വരും, ഞായർ വരൂല. ആരാ 5 തവണ വരാൻ സാധ്യത? തന്ന ഓപ്ഷൻ ആരാണ്? ചൊവ്വയും ബുധനും വ്യാഴം തരും, സോറി 5 തവണ വരും. അതിൽ ആകെ ഒരേ ഒരു ഉത്തരം തരുള്ളൂ. കാരണം ഒരു ഉത്തരല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ശനി വരില്ല, വെള്ളി വരില്ല, ഞായർ വരില്ല. ആര് വരും? 5 തവണ വരാൻ സാധ്യതയുള്ള തന്ന ഓപ്ഷൻ ആരാണ്? ചൊവ്വാഴ്ചയാണ് ഇത് 5 തവണ വരാൻ സാധ്യതയുള്ള ദിവസം എന്ന് പറയുന്നത്. എങ്ങനെ കണ്ടെത്തിയത്? തന്ന വിവരം വെച്ചിട്ട് 29, 30, 31 ഡേറ്റുകളിൽ ആരാ എന്ന് കണ്ടെത്തി. കാരണം എന്താ? ഈ 29, 30, 31 ഡേറ്റുകളിലുള്ളതാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു മാസത്തിൽ 5 തവണ വരാൻ സാധ്യതയുള്ളത്. അങ്ങനെ നോക്കിയപ്പോൾ ഓപ്ഷനിൽ ആരേ ഉള്ളൂ?
ചൊവ്വ മാത്രമേ ഉള്ളൂ. ഓക്കെ ആണോ? കുറെയൊക്കെ മനസ്സിലായില്ലേ? ഒരു ചോദ്യം നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് ചെയ്തു നോക്കാം. അത് എന്നിട്ട് എന്ത് ചെയ്യാം, അതും കൂടി വിശദീകരിക്കാം. അപ്പോൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് ഒന്നുകൂടി മനസ്സിലാവും ട്ടോ. ഒരു മാസത്തിലെ 19-ാം തീയതി ഞായറായാൽ, ഈ ഒരു ചോദ്യം കൂടി ചെയ്തു നോക്കട്ടോ. ഒരു മാസത്തിലെ 19-ാം തീയതി ഞായറായാൽ ആ മാസം 5 തവണ വരാൻ സാധ്യതയുള്ള ആഴ്ച താഴെ തന്നിരിക്കുന്നവയിൽ ഏതായിരിക്കും? 5 തവണ വരാൻ സാധ്യതയുള്ള ആഴ്ച താഴെ തന്നിരിക്കുന്നതിൽ ഏതായിരിക്കും? ഒരു മാസത്തിലെ 19-ാം തീയതി ഞായറാഴ്ച ആ മാസം 5 തവണ സാധ്യതയുള്ള കേട്ടാ. അത് നമുക്കറിയാം, ഒരു മാസത്തിൽ 5 തവണ വരാൻ സാധ്യതയുള്ളത് ഏതൊക്കെ ഡേറ്റ് ആണെന്ന് നമുക്കറിയാം. ഏതൊക്കെയാണ്? അത് മറക്കരുത്. 29-ഉം 30-ഉം 31-ഉം. ഇതെങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കട്ടെ. 29-ാം തീയതി, 30, 31 എന്നീ തീയതികൾ വരുന്നത് എന്തായിരിക്കും? ആ മാസത്തിലെ 5-ാം തവണ വരുന്ന ആഴ്ചകളായിരിക്കും. ഓക്കെ, ആ കണക്ക് പ്രകാരം നമ്മൾ എന്ത് ചെയ്യാ, ഈ തന്ന വിവരം വെച്ചിട്ട്, നമുക്ക് ഇവിടെ ഒരു വിവരം തന്നിട്ടുണ്ട് 19-ാം തീയതി. 19-ാം തീയതി ഞാൻ അപ്പൊ ഈ 19-ാം തീയതി ഞായർ എന്നുള്ള ഒരു വിവരം വെച്ച് നമ്മൾ എവിടെ വരുത്താം? 29, 30, 31 ഡേറ്റുകളിൽ ആരായുള്ളത് എന്ത് ചെയ്യണം? കണ്ടെത്തണം. അത് കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്ന മാർഗം എന്ന് പറയുന്നത് ഒന്നുമില്ല, 19-ാം തീയതി ഞായറല്ല, അടുത്ത ഞായറാഴ്ച എന്നായിരിക്കും എന്ന് കണ്ടെത്താം. 19-ാം തീയതി ഞായറായിട്ടുണ്ടെങ്കിൽ 19 ഞായറാണെങ്കിൽ അടുത്ത ഞായർ കഴിഞ്ഞാലായിരിക്കും ഒരു ഡേറ്റ് 7 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത പ്രാവശ്യം വരാം. 19 ഞായറാണെങ്കിൽ അത് 19-ലേക്ക് 7 കൂട്ടിയ ദിവസമായിരിക്കും അടുത്ത ഞായർ. 19-ലേക്ക് 7 കൂട്ടിയത് ഏതായിരിക്കും? 26 ആയിരിക്കും ഇനി എന്ത് ചെയ്യുന്നത്? അടുത്ത ഞായർ വരാം. ഓക്കെ, ഇനി പിന്നെ പോകരുത്. 26 ഞായർ, അപ്പൊ 29 തൊട്ടടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. 26 ഞായറാണെങ്കിൽ തൊട്ടടുത്ത ദിവസം നോക്കിയാൽ മതി. 27, 27, 28 പിന്നെ നമുക്ക് എവിടെ? 28-ലേക്ക്. 26 ആണെങ്കിൽ ഇനി 7 കൂട്ടിയിരുന്നിട്ട് 7 കൂട്ടി അടുത്ത മാസത്തിലേക്ക് എത്തും. 26 ഞായറാണെങ്കിൽ 27-ാം തീയതി സ്വാഭാവികമായിട്ടും ഏതായിരിക്കും? തിങ്കളായിരിക്കും. ഓക്കെ, 26 ഞായർ കഴിഞ്ഞു. 27-ാം തീയതി ഇനി ഏതാണ്? തിങ്കളാഴ്ച. അത് കഴിഞ്ഞതിന് ശേഷം 27 തിങ്കൾ കഴിഞ്ഞ ശേഷം പിന്നീട് ഏതായിരിക്കും? 27 തിങ്കൾ കഴിഞ്ഞതിന് ശേഷം 28 ചൊവ്വ. 28 വരെ എത്തി ചൊവ്വാഴ്ച. ഓക്കെ അല്ലേ? 28 ചൊവ്വ കഴിഞ്ഞാൽ 29. അടുത്തത് ഏതാ ദിവസം? 29. 28 ചൊവ്വ കഴിഞ്ഞാൽ 29-ാം തീയതി ബുധന്, 30-ാം തീയതി വ്യാഴം, 31-ാം തീയതി
വെള്ളി. 5 തവണ വരാൻ സാധ്യതയുള്ള ദിവസം നമ്മൾ കണ്ടെത്തി. 29-ാം തീയതി ബുധന്, 30-ാം തീയതി വ്യാഴം, 31-ാം തീയതി ഏതാണ്? ഓക്കെ അല്ലേ? അപ്പൊ ബുധനും വ്യാഴം വെള്ളിയാണ് എന്ത് ചെയ്യുന്നത്? 5 തവണ വരാൻ സാധ്യതയുള്ളത്. തിങ്കളാഴ്ച വരെ ഓപ്ഷൻ തിങ്കളാഴ്ച വെള്ളി വരില്ല, ചൊവ്വ വരില്ല, ഞായർ വരില്ല. ആരാണ് 5 തവണ വരാൻ സാധ്യത ദിവസം എന്ന് പറയുന്നത്? ആഴ്ചയാണ് 5 തവണ വരാൻ സാധ്യതയുള്ള. ക്ലിയർ ആണോ? വെച്ചിട്ട് 29, 30, 31 ആരായെന്ന് കണ്ടെത്താം. അവരായിരിക്കും എന്ത് ചെയ്യുന്നത്? 5 തവണ വരുന്ന ദിവസം എന്ന് പറയുന്നത്. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഓക്കെ, ശരിക്കും ഒരൊറ്റ ചോദ്യം കൂടി മോഡലിലുള്ള ഒരു പോയിന്റ് വെച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടി. മാസത്തിലെ 6-ാം തീയതി ചൊവ്വയാൽ ആ മാസം 5 വരാൻ സാധ്യത ഇല്ലാത്ത ആഴ്ച. 5 തവണ വരാൻ സാധ്യത ഇല്ലാത്ത ആഴ്ചയായിരിക്കും വ്യാഴം, വെള്ളി, ശനി, ഞായർ. ഓപ്ഷൻസ് വ്യാഴം, വെള്ളി, ശനി, ഞായർ. ഇവിടെ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫീസ് വരുന്നത് കാറ്റഗറി 1-ഉം കാറ്റഗറി 2-ഉം സെപ്പറേറ്റ് 1000 രൂപ. കാറ്റഗറി 2-ന്റെ സോഷ്യലിന്റെ ക്ലാസ് ഉണ്ടാവും. ഓക്കെ, ഇനി രണ്ടും കൂടി ഒരുമിച്ചാണെങ്കിൽ കാറ്റഗറി 1 ആൻഡ് 2 രണ്ടും കൂടി ഒരുമിച്ചാണെങ്കിൽ 1200 രൂപയാണ് ഫീസ് വരുന്നത്. കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് റെക്കോർഡ് ക്ലാസ്, പ്രധാനമായിട്ട് റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും. അത് വെച്ചിട്ട് റെക്കോർഡ് നമ്മൾ അയച്ചു തരും. ആ റെക്കോർഡ് കണ്ടിട്ട് അത് വെച്ചിട്ടുള്ള ലൈവ് ക്ലാസ്. ഓക്കെ, പിന്നെ മോഡൽ എക്സാംസ് ഉണ്ടാവും. ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ കാറ്റഗറിന്റെ പേപ്പേഴ്സും ലഭിക്കും. PDF നോട്ട്സ്, എല്ലാത്തിന്റെയും കൃത്യമായിട്ടുള്ള PDF നോട്ട്സും. പിന്നെ എക്സാം ഉള്ള ക്ലാസ്സുകളായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് കോഴ്സിന്റെ ഭാഗമായിട്ട് നൽകുക. പിന്നെ ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. ക്ലാസ്സുകൾ അഡ്മിഷൻ എടുത്തവർ മാത്രമാണ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക. ഫീസ് വരുന്ന ഫീസാണ്, ആകെ വരുന്ന ഫീസ് 1000 രൂപയാണ്. കാറ്റഗറി 1-ന് 1000, കാറ്റഗറി 2 ആണെങ്കിൽ 1000 രൂപ. ഒരുമിച്ച് 1200 രൂപ. ചെയ്തെങ്കിൽ അതിനുള്ള ക്ലാസ്സുകൾ നമ്മുടെ കോഴ്സിന്റെ ഭാഗത്തെ കുറിച്ച് പറയാം. ഓക്കെ, മാസത്തിലെ 6-ാം തീയതി ചൊവ്വ ആയാൽ ആ മാസം 5 തവണ വരാൻ സാധ്യത ഇല്ലാത്തത് ഏതാഴ്ചയാണ് നമ്മളോട് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ തന്ന വിവരം വെച്ചിട്ട്, അതായത് നമുക്ക് ഇവിടെ തന്ന വിവരം എന്താണ്? 6-ാം തീയതി ചൊവ്വ എന്നാണ് തന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു വിവരം വെച്ചിട്ട് 6-ാം തീയതി ചൊവ്വ എന്നുള്ള വിവരം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ആ ഒരു പോയിന്റ് നമുക്ക് എവിടെ വരെ കണ്ടെത്തണം? 5 തവണ വരാൻ സാധ്യതയുള്ള ഡേറ്റ്. 5 തവണ വരാൻ സാധ്യതയുള്ള ഡേറ്റുകൾ ഏതൊക്കെയാണ്? 29, 30, 31. ഈ ഡേറ്റുകളാണ് എന്ത് 5 തവണ വരുന്നത്. അതാരൊക്കെയെന്ന് കണ്ടെത്താം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അറിയാം 6-ാം തീയതി ആരാണ്? ചൊവ്വയാണ്. ഇനി അടുത്ത ചൊവ്വ കണ്ടെത്താം. അങ്ങനെ കണ്ടെത്തി ഏകദേശം 29, 30, 31 അതിന്റെ അടുത്തേക്ക് എത്താം. 6-ാം തീയതി ചൊവ്വയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അടുത്ത ചൊവ്വ 7 ദിവസം കഴിഞ്ഞാലാണ്. അതായത് 6-ലേക്ക് 7 കൂട്ടിയിട്ടുണ്ടെങ്കിൽ 13-ാം തീയതി ആയിരിക്കും എന്തുണ്ടാവുക? ചൊവ്വ ഉണ്ടാവുക.
പിന്നെ അടുത്ത 7 കൂട്ടുമ്പോൾ 20-ാം തീയതി ആയിരിക്കും ചൊവ്വ ഉണ്ടാവുക. പിന്നെ അതിനുശേഷം പിന്നീട് 27-ാം തീയതി ആയിരിക്കും എന്തുണ്ടാവുക, ചൊവ്വാഴ്ച ഉണ്ടാവുക. അപ്പൊ 27 വരെ എന്ത് കിട്ടി, ചൊവ്വ കിട്ടി. ഇനി 28-ാം തീയതി ഏതാണ്, ബുധനാണ്. ചൊവ്വ കഴിഞ്ഞ് ബുധൻ. ക്ലിയർ ആണല്ലോ. 28-ാം തീയതി എന്തായിരിക്കും, ബുധനാഴ്ച. പിന്നെ 29-ാം തീയതി, ബുധൻ കഴിഞ്ഞാൽ 29-ാം തീയതി ഏതാണ്, വ്യാഴം. 30-ാം തീയതി വെള്ളി. 31-ാം തീയതി ശനി. ഓക്കെ, വ്യാഴം വെള്ളി ശനി 3 ദിവസങ്ങളാണ് എന്ത്, അതായത് 29, 30, 31 ഡേറ്റുകളിൽ ആരൊക്കെയാണ്, വ്യാഴം വെള്ളി ശനി കിട്ടി. അതായത് ഇവരൊക്കെ 29, 30, 31 ഡേറ്റുകളിൽ ആയതുകൊണ്ട് ഇവരൊക്കെ എന്ത് ചെയ്യും, 5 തവണ വരും. ഇപ്പൊ വ്യാഴം 5 തവണ ഉണ്ട്, വെള്ളി 5 തവണ, ശനിയും 5 തവണ ഉണ്ട്. നമ്മളോട് 5 തവണ വരാൻ സാധ്യത ഇല്ലാത്ത ആഴ്ച, അതായത് 29, 30, 31 ഡേറ്റുകളിൽ വരാത്ത ദിവസങ്ങളാണ് ആ മാസം 5 തവണ വരാൻ സാധ്യത. അങ്ങനെ വരാൻ സാധ്യത ഇല്ലാത്ത ആഴ്ച എന്ന് പറയുന്നത് ഞായറാണെന്ത്, 5 തവണ വരാൻ സാധ്യത ഇല്ലാത്ത ആഴ്ച എന്ന് പറയുന്നത്. അല്ലാതെ ഓടിച്ചെന്ന് വ്യാഴം കൊടുക്കരുത്, വ്യാഴം 5 തവണ വരുന്നു, ഓടിച്ചെന്ന് 5 തവണ വരാൻ സാധ്യത ഇല്ലാത്തതാണ് ചോദ്യം. അങ്ങനെ 5 തവണ വരാൻ സാധ്യത ഇല്ലാത്തത് ആർക്കാണ്, ഞായർ. ക്ലിയർ ആണോ? പറഞ്ഞത് വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് സാധാരണ വർഷമാണോ അല്ലെങ്കിൽ അതിവർഷം എന്ന് പരിശോധിക്കുന്നത്. മറ്റൊരു മോഡൽ എന്ന് പറയുന്നത് 5 തവണ വരാൻ സാധ്യത ഇല്ലാത്ത ആഴ്ച ഏതായിരിക്കും. ഓക്കെ അല്ലേ? പിന്നെ നമുക്ക് ഇവിടെ പ്രധാനമായിട്ട് 2 മോഡലും കൂടിയാണ് വരുന്നത്. ഒരു മോഡൽ എന്ന് പറയുന്നത്, അടുത്ത മോഡൽ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ മാർച്ച് 10 ബുധനാഴ്ച ആയാൽ കഴിഞ്ഞ് ഏപ്രിലും മെയും കഴിഞ്ഞ് ജൂൺ 1 ഏതായി രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് 4ാമത്തെ മോഡല്, ഒരു വർഷം ജനുവരി 1 തന്നിട്ട് വർഷത്തെ ജനുവരി 1 അല്ലെങ്കിൽ ഡിസംബർ 31 ചോദിക്കാൻ സാധ്യത. അതൊക്കെ 2 ഒരു സ്ഥിരമായിട്ട് ആവർത്തിക്കുന്ന, ഈ കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ച ചോദ്യമാണ് ഈ 3ാം മോഡല്. ഓക്കെ, കഴിയുന്നില്ല. ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സുകളിലായിട്ട്. ക്ലാസ് എത്ര പറഞ്ഞ കാര്യങ്ങൾ പറയുന്നുള്ളൂ. നമ്മള് അടുത്ത ദിവസങ്ങളിലായിട്ട് ക്ലാസ്സിന്റെ സമയം കൂട്ടും, ടോപ്പിക്കുകൾ വളരെ പെട്ടെന്ന് മൂവാലേക്ക് അഡ്മിഷൻ എടുക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക, ക്ലാസ്സുകൾ മിസ്സാക്കാതിരിക്കുക. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾ അഡ്മിഷൻ എടുത്താലും ഇല്ലെങ്കിലും നിങ്ങൾ അടുത്ത കേട്ടറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ എന്ത് ചെയ്യണം, എത്രയും പെട്ടെന്ന് ആരംഭിക്കണം. അടുത്ത പരീക്ഷ ഓഗസ്റ്റ് ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. പ്രതീക്ഷകളാണ്, ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ കഴിഞ്ഞ കേട്ടറ്റിന്റെ റിസൾട്ട് വരാൻ നമ്മൾ നോട്ടിഫിക്കേഷൻ പോലും പറയുന്നത് 2 മാസത്തിനുള്ളിൽ വരും എന്നുള്ളതാണ്. പക്ഷെ 2 മാസം ഒന്നുമല്ല എടുത്തത്, 3 മാസത്തോളം എന്ത് ചെയ്തു, റിസൾട്ട് വരാൻ വേണ്ടി വന്നു. അതേപോലെ തന്നെയാണ് ഞാൻ അടുത്ത പരീക്ഷ വല്ലാതെ വൈകില്ല എന്നുള്ളതാണ് പ്രതീക്ഷിക്കേണ്ടത്. കാരണം 2026 പരീക്ഷ ആയിട്ടില്ല. അവസാനം കഴിഞ്ഞ പരീക്ഷ 2025 ഡിസംബറിലാണ്. 2026 പരീക്ഷ കൊണ്ട് തന്നെ അടുത്ത മാസമായിട്ട് അടുത്ത മാസം, ഈ മാസം തന്നെ, ഈ മാസം അവസാനത്തോടു കൂടി നോട്ടിഫിക്കേഷൻ വരികയും ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റിലേക്ക് നീളാം, ഓഗസ്റ്റിലായിട്ട് എക്സാം നടത്താനാണ് സാധ്യതകൾ കാണുന്നത്. ചിലപ്പോൾ അതിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ നേരത്തെ ആവാം, ചിലപ്പോൾ കുറച്ച് വൈകാം. ഇനി എങ്ങനെയാണെങ്കിലും എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിക്കുക. അടുത്തൊരു LP-UP പരീക്ഷ നിങ്ങൾക്ക് എഴുതണമെങ്കിൽ ഈ കേട്ടച്ച് നേടിയെടുക്കണം. അതിനുശേഷം പിന്നീട് സാധ്യതയില്ല. അടുത്ത LP-UP നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും റിസൾട്ട് എന്ന രീതിയിൽ ഒരു പരീക്ഷ പിന്നീട് സാധ്യത വളരെ കുറവാണ്, ചിലപ്പോൾ ഉണ്ടാവാം. ഏതായാലും എന്ത് ചെയ്യാം, കൃത്യമായിട്ട് പഠിച്ചിട്ട് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുക. അപ്പൊ തൽക്കാലം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ചോദിക്കാം.